ഗൈസ്, വെൽക്കം ടു ഒരു ഹോസ്റ്റൽ വെക്കേറ്റിംഗ് അമാരത. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് പുതിയൊരു സ്ഥലത്തേക്ക് മാറുക എന്നുള്ളത്. ഫൈനലി നാളെ ഞങ്ങളുടെ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് മാറാൻ പോവുകയാണ്. ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യുന്നതിന്. വെക്കേറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് പെട്ടി പാക്ക് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് പെട്ടിയായിട്ട് ഹോസ്റ്റലിലേക്ക് വന്നു, അതിലേക്ക് പാക്ക് ചെയ്തു. ഞങ്ങളിവിടെ ഹോസ്റ്റലിലേക്ക് വരുന്ന ടൈമിൽ ഞങ്ങൾ ഒരു പെട്ടിയും ഒരു ബാഗുമായിട്ട് വന്നവരായിരുന്നു. ബട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന ടൈം ഞങ്ങൾക്ക് 4-5 പെട്ടികളാണ്. ഞങ്ങൾക്കും അറിയില്ല ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന്. എനിവേ ഫൈനലി ഞങ്ങൾ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ദിവസം എത്തി. രാവിലെ തന്നെ ക്ലിനിക്കൽ ഡ്യൂട്ടിക്ക് പോയി അവിടെ നിന്ന് കുറച്ച് ചായയും കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് ഒരു 12 മണിയായപ്പോൾ എത്തി. അവിടുത്തെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ വാർഡൻ ആൻഡ് സൈൻ ചെയ്യുന്നതായിരുന്നു ലാസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. കോളേജിലെ ഫൈനൽ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടുകാരുമായിട്ട് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് വന്നു. ആൻഡ് വന്ന് കയറിയപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിരുന്നു. ആൻഡ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കി. അതിനുശേഷം വീട്ടുകാരും ഞങ്ങൾ എല്ലാവരും കൂടി നല്ലതുപോലെ വീടൊന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2 വിരുന്നുകാർ വന്നായിരുന്നു. വേറെ ആരുമല്ല, ഉനീസ് അദ്വൈതമായിരുന്നു. ആൻഡ് അവർ വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും കൂടി ഉള്ളതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വിചാരിച്ച് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫൈനലി മന്തിയിൽ വന്നെത്തി. എന്ത് പറഞ്ഞാലും നമുക്ക് മന്തി ഇല്ലാതെ പറ്റില്ല സാറേ. അപ്പോൾ മന്തിയൊക്കെ ആയിട്ട് ഞങ്ങൾ അന്നത്തെ രാത്രി അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം. മന്തി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും സംസാരിക്കാനും ഉണ്ടാവത്തില്ല. ആൻഡ് മന്തിയിലായിരുന്നു എല്ലാവരുടെയും കോൺസെൻട്രേഷൻ. അങ്ങനെ മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരുടെയും വീട്ടുകാർ അവരവരുടെ വീട്ടിലേക്ക് പോവുകയും ഞങ്ങൾ ഞങ്ങളുടെ പുതിയ വീട്ടിൽ സെറ്റിൽ ആവുകയും ചെയ്തു. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ബൈ.